ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. 6 വില്ലകളുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു വില്ല ഇരിക്കുന്നത്. ഇതൊരു റീസെയിൽ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ ഓണേഴ്സ് ഇതിലൊരു ദിവസം പോലും സ്റ്റേ ചെയ്തിട്ടില്ല. അവർ NRIs ആണ്. അപ്പോൾ അവർ ബിൽഡറുടെ നിന്ന് വാങ്ങിയിരിക്കുന്ന അതേപോലെയാണ് ഈ ഒരു വീട് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മുടെ പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. സാധാരണ നമുക്ക് ആ ഒരു ഏരിയയിൽ വരുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കൂടുതലും ഒരു 500 മീറ്റർ 1 കിലോമീറ്ററൊക്കെ ഇൻസൈഡ് ആയിട്ടാണ് വരാറുള്ളത്. നമ്മളിതിന് മുൻപ് 2 വില്ല പ്രോജക്ട്സ് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിൽ ഇട്ടുന്നു. 2 നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. ഒരു പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയി, ഒരെണ്ണത്തിൽ ഇനി വളരെ കുറച്ചും കൂടിയേ നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നല്ലൊരു എൻക്വയറി വരുന്നുണ്ട്. പ്രൊവൈഡഡ് നമുക്ക് നല്ല പ്രോപ്പർട്ടീസ് കിട്ടുക എന്നുള്ളതാണ് ഒരു വലിയ ടാസ്ക്. അപ്പം ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഇരിക്കുന്നത്. 6 വില്ലകളുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു വില്ലയാണ്. നല്ലൊരു പ്രീമിയം ക്രൗഡാണ് അവിടെ ആക്ച്വലി താമസിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഒരു 2.9 കിലോമീറ്റേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലേക്ക് ഒരു 20 മിനിറ്റ്സ്, എയർപോർട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ്സിൽ നമുക്ക് എത്താൻ പറ്റും. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് നമുക്ക് 1.8 കിലോമീറ്റേഴ്സ്. അപ്പോൾ പൂക്കാട്ടുപടി എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല പ്രോജക്ട്സും അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഹബ്ബായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പൂക്കാട്ടുപടി എന്ന് പറയുന്നത്. ഒരുപാട് എൻക്വയറി നമുക്ക് പൂക്കാട്ടുപടി ബേസ് ചെയ്ത് വരുന്നുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് വരാണെങ്കിൽ ഇത് 5.08 സെൻസിൽ 2438 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വില്ലയാണ്. ഇത് കൂടാതെ നമുക്ക് നല്ലൊരു ആറ്റിക് സ്പേസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 1.25 CR ആണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. നല്ല രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. 5.08 സെൻസിൽ 2438 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണിത്. നമുക്ക് 2 കാറുകൾ കവേർഡായിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ സൈഡിലും ഒരു ചെറിയ കാറ് വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. പക്ഷേ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കാരണം ഇത് ഒരു സൈഡിൽ മാത്രമാണ് വില്ലകൾ വരുന്നുള്ളൂ. ഒരു സൈഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്ന് പുറത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. നല്ലൊരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ വിൻഡോസൊക്കെ നല്ല വൈഡായിട്ടുള്ള വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ് ഈ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒട്ടും ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു നാച്ചുറൽ ലൈറ്റിങ്ങിലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നല്ല വലുപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. ആ ലെഫ്റ്റ് സൈഡിൽ നമുക്കതിൻ്റെ ഒരു വാഷ് ബേസിൻ്റെ ഒരു പ്രൊവിഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നതെന്ന് പറയുന്നത് കിച്ചണാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ശരിക്കും പറഞ്ഞത് ഇൻറ്റീരിയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ചോയ്സിൽ നല്ല രീതിയിൽ നീറ്റായിട്ട് ഇൻറ്റീരിയർ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വീടാണ്. ഇതെന്താണോ ബിൽഡറുടെ ഫിനിഷിങ്, ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഒരു വീട് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഓണേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു NRIs ആണെന്ന്. അപ്പോൾ അവരിത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അവരങ്ങനെ വാങ്ങി അങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടിരിക്കും. ഇതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന പോയിന്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇൻറ്റീരിയറിന് തൊട്ട് മുൻപുള്ളൊരു സ്റ്റേജിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇത് അതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ചെറിയ സെർവൻറ്റ് ടോയ്ലറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ ഒരു വാഷ് ബേസിൻ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് ആ ഒരു ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. ഇനി ഈ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് താഴത്തെ ബെഡ്റൂമാണ്. താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത്. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു ബെഡ്റൂം നമുക്കൊരു ഗസ്റ്റ് റൂം അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ ജിം അങ്ങനെ ഒരു രീതിയിലാണ് ഒരു റൂം കിടക്കുന്നത്. മൊത്തം നമുക്ക് 4 റൂമുകളുണ്ട്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അത് കൂടാതെ ആറ്റിക് ഏരിയ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് താഴെ വരുന്നത്. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു നല്ലൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്.
ഈ ലിവിങ്ങിനോട് കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി റൂമുകളെല്ലാം വരുന്നത്. അപ്പോൾ നല്ല ഒരു അപ്പർ ലിവിങ് ഏരിയ ആണ് ഈ വരുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഒരു ഫ്രണ്ടിലേക്കാണ് അതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇതാണ് ആ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡിൽ മാത്രമാണ് വില്ലകൾ വരുന്നുള്ളൂ, മറ്റേ സൈഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്രോസ് വെന്റിലേഷൻ ഭയങ്കരമായിട്ട് ഒരു വീടിനുണ്ട്. പിന്നെ വലിയ വിൻഡോസും കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീട്ടിൽ നന്നായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഗസ്റ്റ് റൂം അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ജിമ്മ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പ്രകൃതിയോട് ഭയങ്കര ഒരു ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു വിൻഡോസ് ഒക്കെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ എക്സസൈസൊക്കെ മോർണിംഗ് ചെയ്യണമെങ്കിലും നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ആ ഒരു റൂം എന്ന് പറയുന്നത്. ഇത് നമുക്ക് മുകളിലത്തെ വലിയ ബെഡ്റൂമാണ്. അപ്പം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത്. സോ ഇതും നമുക്ക് വ്യൂ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ തന്നെയാണ്, ആ കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ട് വ്യൂ തന്നെയാണ് വരുന്നത്. വലിയ വിൻഡോസ് ആണ് അഗെയിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ ബെഡ്റൂമാണിത്. അപ്പം അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കബേർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു റൂം നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ടോയ്ലറ്റ്. എല്ലാ ടോയ്ലറ്റ്സും വളരെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ പോലെ തന്നെയുള്ള സെയിം ബെഡ്റൂമാണ്. സെയിം സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിനും നമുക്ക് നല്ലൊരു നാച്ചുറൽ ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി 3 ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഒരെണ്ണം ഗസ്റ്റ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വരുന്നത്. എല്ലാം വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. എന്താണോ ബിൽഡറുടെ ഫിനിഷ് അതാണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഇൻറ്റീരിയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല നല്ല സ്പേസ് ഈ ഒരു വീട്ടിലുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്ക് വലിയൊരു കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഇത് ആ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും കിട്ടുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ നമുക്കൊരു ചെയറൊക്കെ ഇട്ടിരുന്ന് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് വ്യൂ ആണ് കേട്ടോ. അവിടെ നമുക്ക് വേറെ വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ആ ഒരു നാച്ചുറൽ ലൈറ്റിങ്ങും നല്ലൊരു ഓക്സിജനൊക്കെ കിട്ടുന്ന നല്ലൊരു വീടാണ്. ഇനി നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ നല്ലൊരു ആറ്റിക് സ്പേസ് വരുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്ന ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് കാണണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കൂടാതെയാണ് നമ്മൾ പറഞ്ഞ 2438 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിക് സ്പേസ് അവർ ആക്ച്വലി കൂട്ടിയിട്ടില്ല. ഇത്രയും ഏരിയ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ആറ്റിക് സ്പേസ് ആണ്. പല പ്രൊജക്ട്സിലും നമ്മളിങ്ങനെ ഈ ആറ്റിക് ഏരിയ ഒക്കെ ആളുകൾ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഒരു റൂം പോലെയൊക്കെ ആക്കി AC ഒക്കെ വെച്ച് നന്നായിട്ട് ചെയ്തിരിക്കുന്നതൊക്കെ കണ്ട് പാർട്ട് ഓഫ് ഇൻറ്റീരിയർ നിങ്ങൾക്ക് അതെല്ലാം പരീക്ഷിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീട്. അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു ദിവസം മുമ്പെങ്കിലും മിനിമം നമ്മുടെ അടുത്ത് ഈ ഒരു വീട് കാണാനായിട്ട് പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. താങ്ക് യു സോ മച്ച്.